പ്രാർത്ഥിക്കുന്നവൻ ഒരു നാളും പരാജയപ്പെടുകയില്ല. കാരണം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അവനു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം പ്രാർത്ഥനയെ മറികടന്ന് പോകുകയില്ല. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന ദൈവമായിട്ടുള്ളൊരു ബന്ധമാണ്. പ്രാർത്ഥന ദൈവത്തിലുള്ള ആശ്രയമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ശത്രു പരാജയപ്പെടാനുള്ള കാരണം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. പ്രാർത്ഥന ശത്രുവിൻ്റെ കോട്ടകളെ തകർക്കുന്ന ശക്തിയുള്ള ഒരായുധമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു നാളും പരാജയപ്പെടുകയില്ല. പ്രാർത്ഥനയുടെ മറുപടി ശക്തിയോടെ വെളിപ്പെടും. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും പകലും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആരാണ് പ്രാർത്ഥിക്കുന്നത്? പൊതുവിൽ പ്രാർത്ഥിക്കുന്നവരെ നാം പരിശോധിച്ചാൽ ജീവിതത്തിൽ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്നവരാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന തിരഞ്ഞെടുക്കുന്നത് തന്നെ വിജയമാണ്. എങ്കിലും പ്രാർത്ഥന കൂടുതലായി നാം കാണുന്നത് ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നാം തിരുവെഴുത്തുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ യേശു കർത്താവ് ഗെത്സമനയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. അന്ന് രാത്രി അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെയായി. ലോകത്തിൻ്റെ പാപത്തിൻ്റെ ചുമട് ചുമന്ന രാത്രി, എഴുന്നേൽക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ട രാത്രി യേശു പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഒരു വലിയ കഷ്ടതയാണ്. ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപച്ചുമടാണ് അവൻ്റെ മേൽ വന്നത്. അങ്ങനൊരു കഷ്ടം നമുക്ക് വന്നാൽ അത് നമുക്ക് താങ്ങാൻ പോലും കഴിയുകയില്ല. യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി യേശുവിനെ ശക്തിപ്പെടുത്തി. യേശു ശക്തി ധരിച്ചവനായി ആ ചുമടോടുകൂടെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് എഴുന്നേറ്റു. എന്താണ് ഇന്ന് പകൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയം? പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ മുട്ടുകുത്തണം. കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, നിങ്ങളെ സഹായിപ്പാൻ കഴിയാത്ത കളിമൺ പ്രതിമയുടെ മുൻപിലല്ല, നിങ്ങളെ രക്ഷിപ്പാൻ കഴിവുള്ള, നിങ്ങളെ നന്നായി അറിയുന്ന യേശുവിൻ്റെ മുൻപിൽ നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ മറുപടി ശക്തിയോടെ വെളിപ്പെടും. എന്തിനാണ് യേശു ഇങ്ങനെയൊക്കെ ജീവിച്ചു കാണിച്ചത്? നമ്മെ പ്രാർത്ഥന പഠിപ്പിക്കാനാണ് യേശു തൻ്റെ ജീവിതത്തിലൂടെ അത് കാണിച്ചത്. ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിലിട്ട് കളയും എന്നുള്ള രേഖ വന്നിരിക്കുമ്പോഴും ദാനിയേൽ പ്രാർത്ഥന മുടക്കാൻ തയ്യാറായില്ല. കാരണം അവന് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾക്കങ്ങനെ ഒരു പതിവുണ്ടാകണം. ഒരു കഷ്ടതയും നിങ്ങൾക്കില്ലെങ്കിലും സമൃദ്ധിയുടെ അനുഭവത്തിലൂടെയാണ് ഇന്ന് പകൽ നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തണം. നിങ്ങളുടെ മക്കൾക്ക് ആ പതിവ് നിങ്ങൾ പരിശീലിപ്പിക്കണം. കഷ്ടകാലത്ത് പ്രാർത്ഥന നിങ്ങളെ സഹായിക്കും. കഷ്ടകാലത്ത് പ്രാർത്ഥനയുടെ ശക്തി എന്തെന്ന് നിങ്ങളറിയും. വചനത്തോട് പ്രതികരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.